ശരി, ഏതായാലും അല്ലമീൻ കൂടി ചേരുകയാണ്. അല്ലമീൻ, നേരത്തെ കെ വി തോമസുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം ദീർഘകാലം കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. തീർച്ചയായും കെ സി വേണുഗോപാൽ ജി സുധാകരനെ കണ്ടതിലൊരു രാഷ്ട്രീയമുണ്ട് എന്നൊരു വിലയിരുത്തലാണ് കെ വി തോമസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. സുധാകരൻ പാർട്ടി വിടുമോ എന്ന ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണോ അപ്രസക്തമാണോ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ഈ കൂടിക്കാഴ്ച ഏറെ നിർണായകമാണ് എന്നത് തന്നെയാണല്ലോ വിലയിരുത്തപ്പെടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആ കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ കൂടിക്കാഴ്ച ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായ കൂടിക്കാഴ്ച ആയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അതൊരു സൗഹൃദ കൂടിക്കാഴ്ച തന്നെയായിരുന്നു. പക്ഷേ ആ സൗഹൃദ കൂടിക്കാഴ്ച മറ്റു പലതിലേക്കുമുള്ള ഒരു ചവിട്ടുപടിയായി വാതിലായി തുറന്നിടാനുള്ള കോൺഗ്രസിന്റെ നീക്കത്തിന്റെ ഭാഗമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ജി സുധാകരൻ ഇന്നിപ്പോൾ CPM വിട്ട് പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറും എന്നുള്ള സ്വപ്നത്തോടെയോ പ്രതീക്ഷകളോടെയോ അങ്ങനത്തെ കണക്കുകൂട്ടലുകളിലോ അല്ല. വലിയ അതൃപ്തി ജി സുധാകരനുണ്ട്. വലിയ തരത്തിലുള്ള നീരസം അദ്ദേഹത്തിന് പാർട്ടിയുടെ നടപടികളിലുണ്ട്. എന്ന് മാത്രമല്ല, ആലപ്പുഴയിലെ കോൺഗ്രസിൽ അത്തരത്തിൽ അതൃപ്തരായിട്ടുള്ള നീരസം പൂണ്ടു നിൽക്കുന്ന ആളുകൾ അനവധിയാണ്. അവരും ജി സുധാകരനും തമ്മിൽ ഒരുപക്ഷെ ബന്ധം പുലർത്തുന്നുണ്ടാകും. ജി സുധാകരൻ കോൺഗ്രസിലേക്ക് വന്നില്ലെങ്കിലും ആലപ്പുഴയിൽ അതൃപ്തരായി നിൽക്കുന്ന മറ്റ് ആളുകളെ പാർട്ടിയിലേക്ക് എത്തിക്കാനോ സുധാകരൻ വഴി അവരെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാനോ ഉള്ള സാധ്യതകളൊക്കെ വരും ദിവസങ്ങളിൽ ഏതായാലും കോൺഗ്രസ് ചർച്ച ചെയ്യും. അത് ആലപ്പുഴയിലെ CPMന്റെ വിഭാഗീയതയുടെയും അവിടുത്തെ പ്രശ്നങ്ങളുടെയും ഒരു ഡെവലപ്മെന്റ്സിനനുസരിച്ചിട്ടായിരിക്കും അത്തരം നടപടികളിലേക്ക് പോവുക. പക്ഷേ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഇന്നിപ്പോൾ കെ സി വേണുഗോപാൽ നേരെ പോകുന്നു, ജി സുധാകരനെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നു, ജി സുധാകരൻ കോൺഗ്രസിലേക്ക് വരാമെന്ന് വാക്ക് കൊടുക്കുന്നു എന്ന രീതിയിലൊരു ചർച്ചയല്ല. ആ രീതിയിൽ അങ്ങനെ ഒരു ചർച്ച ഉരുത്തിരിഞ്ഞ് വന്നിട്ടുമില്ല. പക്ഷേ ഭാവിയിൽ അത്തരത്തിലുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുള്ള ഒരു നീക്കം തന്നെയാണ് കോൺഗ്രസ് നടത്തുന്നത് എന്നതിൽ സംശയമില്ല. ജി സുധാകരൻ ആലപ്പുഴക്കാരനാണ്, കെ സി വേണുഗോപാൽ ആലപ്പുഴക്കാരനാണ്, അവിടുത്തെ MP ആണ്. സ്വാഭാവികമായും രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. ഇന്നിപ്പോൾ ആലപ്പുഴയിലെത്തിയ കെ സി വേണുഗോപാൽ ഒരു സൗഹൃദത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ കാണുന്നു എന്ന് പറയുമ്പോൾ അത് സൗഹൃദ കൂടിക്കാഴ്ച തന്നെയായിരുന്നു എന്ന് നടന്നത്. പക്ഷേ അതിന് പല മാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനം. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ മറ്റു ചേരികളിൽ എതിർ ചേരികളിൽ അതൃപ്തരായി നിൽക്കുന്ന ആളുകളെയൊക്കെ അടർത്തി മാറ്റി കൊണ്ടുവരുന്നതിൽ ഇതുവരെയും കോൺഗ്രസ് ഒരു മിടുക്ക് ആ അർത്ഥത്തിൽ കാണിച്ചിട്ടില്ല. പക്ഷേ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കോ CPMലേക്കൊക്കെ ആളുകൾ തുടർച്ചയായി പോകുന്നത് ഒരു പതിവ് കാഴ്ചയുമാണ്. മറ്റ് പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിലേക്കുള്ള ഒഴുക്ക് അതൊരു സാധാരണഗതിയിലുള്ള കാഴ്ചയല്ല കേരളത്തിൽ. പക്ഷേ അതിന് തുടക്കമിടുകയാണ് കോൺഗ്രസ് നേതൃത്വം എന്നുള്ളതാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൂടെ പാലക്കാട് നടന്ന സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ BJP നേതാവായിരുന്ന സന്ദീപ് വാര്യരെ രാത്രിയുള്ള ചർച്ചകളിലൂടെ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് എത്തിക്കാനായി എന്നുള്ളതും കോൺഗ്രസ് വലിയ വിജയമായും നേട്ടമായും കാണുന്നു. അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു പുതിയ രാഷ്ട്രീയ അടവ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് പുതിയ രാഷ്ട്രീയ അടവ് നയമാണ്, അടവ് തന്ത്രമാണ്. ആ തന്ത്രം കാര്യമായി തന്നെ പയറ്റുക എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം മാറുകയാണ്. ഇന്നിപ്പോൾ കെ സി വേണുഗോപാലും ജി സുധാകരനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി പിരിഞ്ഞതിന് ശേഷം സംസ്ഥാനത്ത് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനോട് ഞാൻ വിളിച്ചിരുന്നു, അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. എന്താണ് കൂടിക്കാഴ്ചയ്ക്ക് ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ടോ, ഏതെങ്കിലും ഒരു ലക്ഷ്യം മുൻനിർത്തിയുള്ള കൂടിക്കാഴ്ചയോടെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ജി സുധാകരൻ ഏതായാലും കോൺഗ്രസിലേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇത്രയും വയസ്സായില്ല, അദ്ദേഹത്തിന് ഇത്രയും പ്രായവുമായി. മാത്രമല്ല CPMന്റെ അത്രയും മുതിർന്നൊരു നേതാവ് കൂടിയാണ്, ആ ഒരു പാരമ്പര്യമുള്ള നേതാവ് കൂടിയാണ് ജി സുധാകരൻ. അദ്ദേഹം അങ്ങനെ പാർട്ടിയിലേക്ക് വരുമെന്ന് നമ്മൾ കരുതുന്നില്ല. തികച്ചും ഒരു കർട്സി മീറ്റിംഗ് മാത്രമായിരുന്നു, ഒരു സൗഹൃദ കൂടിക്കാഴ്ച മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് അതിന് സാധ്യതകൾ ഉണ്ടെങ്കിൽ അറിയിക്കാം എന്ന് പറയുകയും ചെയ്തു അദ്ദേഹം. അതിനർത്ഥം അങ്ങനെ സാധ്യതകൾ കോൺഗ്രസ് മുന്നിൽ കാണുന്നുണ്ട്. എന്തെങ്കിലും സാധ്യതകൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ വഴികൾ കൊട്ടിയടയ്ക്കാതെ അതിലേക്കുള്ള ഒരു പാലമിടലായി ഈ കൂടിക്കാഴ്ചയെ വിലയിരുത്താം, വ്യാഖ്യാനിക്കാം. അത് ആ പാലത്തിലൂടെ ജി സുധാകരൻ്റെ കടന്നുവരവ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ജി സുധാകരൻ്റെ ജി സുധാകരനെ ഒരു മോഡറേറ്ററായിട്ടോ അല്ലെങ്കിൽ ജി സുധാകരനെ ഒരു ഏജന്റായിട്ടോ നിർത്തിയും ആലപ്പുഴയിലെ CPMലെ മറ്റ് അതൃപ്തരായ ആളുകളെ കൊണ്ടുവരാനാകുമോ? ഇന്നലെ തന്നെ ഒരു നേതാവ് BJPയിലേക്ക് പോയി. എന്തുകൊണ്ട് ഒന്ന് ആഞ്ഞു ശ്രമിച്ചിരുന്നെങ്കിൽ ആ നേതാവിനെ കോൺഗ്രസിൽ എത്തിച്ചുകൂടായിരുന്നോ എന്നൊരു ചർച്ചകളൊക്കെ കോൺഗ്രസിലുണ്ട്. സ്വാഭാവികമായും ആലപ്പുഴയിലും മറ്റിടങ്ങളിലും ഈ സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇനിയും അതൃപ്തരുടെ നീണ്ട നിര ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം. CPMനെ സംബന്ധിച്ച പതിവിന് വിപരീതമായ ഒരു നടപടിയാണ് ഈ സമ്മേളന സമയത്തുള്ള പൊട്ടിത്തെറികളും ഈ രീതിയിലുള്ള ഇറങ്ങിപ്പോക്കും പരസ്യമായുള്ള ഏറ്റുമുട്ടലുമൊക്കെ. അതൊക്കെ ഒരു പക്ഷേ ഭാവിയിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുന്ന തരത്തിലേക്ക് പരിവർത്തനപ്പെടുത്താൻ സാധിച്ചാൽ അതിന്റെ സാധ്യതകൾ ഉപയോഗിക്കുക എന്നുള്ള ആലോചനകളുടെയും നീക്കങ്ങളുടെയും ഭാഗമായി കൂടിയാണ് ഈ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. വിനിത, ശരി, അത്തരത്തിലൊരു രാഷ്ട്രീയ മാനം മാത്രമേ നമുക്കിപ്പോൾ ഈ കൂടിക്കാഴ്ചയിൽ കാണാൻ സാധിക്കുകയുള്ളൂ. MM രാഗേഷ്, ലേബി സജീന്ദ്രൻ, K സജീഷ്, അല്ലമീൻ തോട്ടുമുഖ് എന്നിവരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇന്നിപ്പോൾ